ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒരു പുതിയ സ്റ്റോറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കേട്ടാലോ? സ്വർണ്ണ കളർ മഞ്ഞ ബ്ലൗസിലും സ്വർണ്ണ കളർ മഞ്ഞ ബോർഡറുള്ള നീല വയലറ്റ് സാരിയിലും ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ് രാധിക. കല്യാണത്തിന് വന്ന ആണുങ്ങളുടെ കണ്ണുകൾ ഗോതമ്പ് നിറക്കാരി രാധികയുടെ കൊഴുത്ത ശരീരത്തിലാണ്. ഇന്ന് രാധികയുടെ അനുജൻ രാജേഷിൻ്റെ കല്യാണമാണ്. രാജേഷ് ദുബായിലെ ഒരു മലയാളി കമ്പനിയിലെ അക്കൗണ്ടൻ്റാണ്. രാജേഷിൻ്റെ മാരത്തോൺ പെണ്ണുകാണൽ ചടങ്ങിന് ശേഷം അവസാനം കണ്ടുപിടിച്ചാണ് ഇന്നത്തെ വിവാഹത്തിലേക്ക് എത്തിയത്. ഇനി കഥ അല്പം ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ് കേട്ടോ. രാധിക ഒരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചറാണ്. ഭർത്താവ് അജയനാവട്ടെ ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്നു. കല്യാണം നടക്കുമ്പോൾ അജയൻ ഗൾഫിലായിരുന്നു. രാധികയ്ക്ക് 8ലും 5ലും പഠിക്കുന്ന മക്കളാണുള്ളത്. രാധികയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കുടുംബ വീട്ടിൽ തന്നെയായിരുന്നു അവളും അജയനും മക്കളും താമസിച്ചിരുന്നത്. അജയനോട് രാധിക ജോലിയുടെ കാര്യം പറയുമ്പോഴൊക്കെ പഴയ കമ്പനി വിസ അയച്ചു തരുമെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറും. വിസ വരുന്നത് വരെ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ അവൻ പഴയ പ്രവാസിയുടെ ഗമ പറയും. അജയേട്ടാ, രാജേഷിൻ്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. പറഞ്ഞില്ല എന്ന് വേണ്ട. അതിനൊന്നും അജയൻ ചെവി കൊടുക്കില്ല. അത്യാവശ്യം വെള്ളമടിയൊക്കെ ഉണ്ട് അജയന്. രാധികയ്ക്ക് 38 പ്രായം. അജയൻ 50 കഴിഞ്ഞു. ജോലിക്ക് പോവാത്ത കാര്യം പറഞ്ഞ് അവരെന്നും വഴക്കാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് തന്നെ വർഷം 1 രാധിക അത്യാവശ്യം മോഡലായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണ്. അജയൻ അതിനൊന്നും താല്പര്യമില്ല. ഇനി സലാമിൻ്റെ കുടുംബത്തിലേക്ക്. ഗൾഫിൽ ബിസിനസ് നടത്തുന്നവനാണ് സലാം. ഗൾഫിൽ 2 സ്കൂളുകളും മറ്റനേകം ബിസിനസ്സുകളുണ്ട് സലാമിന്. സലാമിനിപ്പോൾ 45 പ്രായം. ഭാര്യ റജീലയും 3 മക്കളും അടങ്ങുന്നതാണ് സലാമിൻ്റെ കുടുംബം. അവർ ഒരുമിച്ച് ദുബായിലാണ് താമസം. ഇപ്പോൾ മക്കൾ വലുതായതുകൊണ്ട് ഫാമിലിയെ നാട്ടിൽ സെറ്റിലാക്കാൻ തീരുമാനിച്ചു. അന്ന് 7ാം ക്ലാസ്സിലും 5ലും പഠിക്കുന്ന തൻ്റെ മക്കളെ ആ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോയതായിരുന്നു സലാം. തൻ്റെ ബെൻസ് കാറിൽ സ്കൂളിൽ വന്നിറങ്ങി മക്കളെയും കൂട്ടി സ്കൂൾ വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ തൻ്റെ മുമ്പിലൂടെ നടന്ന് ഗോതമ്പ് നിറമുള്ള ചുവപ്പ് ബ്ലൗസും കോട്ടൺ മഞ്ഞ സാരിയും ധരിച്ചു പോയ ആ ഗോതമ്പ് നിറക്കാരി സ്ത്രീയെ സലാമിന് നോക്കാതിരിക്കാൻ പറ്റിയില്ല. സലാം ആ ഒറ്റ നോട്ടത്തിൽ തന്നെ അവളിൽ ആകർഷിച്ചു പോയി. തന്നെയും കടന്ന് അവൾ നടന്നു നീങ്ങുമ്പോൾ മക്കളുടെ കൂടെ ഉണ്ടായിട്ടും സലാം അവളെ തിരിഞ്ഞു നോക്കി. അപ്പോൾ സലാം കണ്ടത് ആരെയും ആകർഷിക്കുന്ന അവളുടെ പിന്നഴകായിരുന്നു. മക്കളെ ചേർത്ത് സലാം സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ താൻ നേരത്തെ കണ്ട ആ സ്ത്രീയെ കണ്ണുകൊണ്ട് പരതാൻ മറന്നില്ല. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ടും സലാമിന് ആ സ്ത്രീയെ മറക്കാൻ സാധിച്ചില്ല. അവൻ കണ്ടിട്ടുള്ള സ്ത്രീകളിൽ അവനെ ഏറ്റവും ആകർഷിച്ച പെണ്ണ് അവളായിരുന്നു. അവൻ നാട്ടിലുണ്ടാവുന്ന സമയത്ത് പലപ്പോഴും മക്കളെ സ്കൂളിൽ നിന്ന് കൂട്ടാനെന്ന് പറഞ്ഞ് അവൻ ആ സ്ത്രീയെ കാണാൻ പലപ്പോഴും സ്കൂളിൽ പോയിരുന്നു. പക്ഷേ നിരാശയായിരുന്നു ഫലം. രാധികയുടെ വീട്ടിൽ രാജേഷിന് വേണ്ടി പെണ്ണ് കാണൽ തകൃതിയായി നടക്കുന്നുണ്ട്. അവസാനം ജാതകവും എല്ലാം യോജിച്ച സുന്ദരിയായ ഒരുത്തിയെ തന്നെ രാജേഷിനെ കുടുംബക്കാർ കണ്ടെത്തി. അത് വീഡിയോ കോളിലൂടെ രാജേഷിനോട് വിളിച്ചു പറയുകയാണ് രാധിക. 1-2 ആഴ്ച കൂടുമ്പോൾ മാത്രമാണ് അക്കൗണ്ടൻറ്റുമാരുടെ ഓഫീസിലേക്ക് രാജേഷിൻ്റെ മുതലാളി വരാറുള്ളൂ. രാജേഷിനെ കൂടാതെ 7 പേരുണ്ട് അക്കൗണ്ടന്മാരായിട്ട് ആ ഓഫീസിൽ മാത്രം. വലിയ കമ്പനികളുണ്ട് അവൻ്റെ മുതലാളിക്ക്. അന്ന് ആ ദിവസമായിരുന്നു രാജേഷ് പെങ്ങൾ രാധികയോട് വീഡിയോ കോൾ ചെയ്യുന്ന ആ ദിവസം അവൻ്റെ മുതലാളി അവിടേക്ക് കടന്നു വന്നത്. എല്ലാവരോടും മാന്യമായി സംസാരിക്കുന്നവനാണ് അവൻ്റെ മുതലാളി. അതുകൊണ്ട് തന്നെ സ്റ്റാഫുകൾക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹമാണ്. തൊഴിലാളികളെ ചൂഷണം ചെയ്ത് അയാൾ ഒന്നും സ്വന്തമാക്കിയിട്ടില്ല. തൻ്റെ കോടിക്കണക്കിനുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാവുന്നതിൽ വലിയൊരു പങ്ക് തൻ്റെ സെക്രട്ടറി മുതൽ ലേബർമാരെയുള്ള 100 കണക്കിന് തൊഴിലാളികൾക്ക് വിയർപ്പ് ചെറുതല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് അയാൾ. പെങ്ങൾ രാധികയോട് സംസാരിക്കുമ്പോൾ തൻ്റെ പിറകെ വന്ന് നിൽക്കുന്ന മുതലാളിയെ രാജേഷ് കണ്ടില്ല.
എന്നാൽ രാജേഷിൻ്റെ പുറകെ വന്ന് നിൽക്കുന്ന വെള്ള കന്തൂറ ഇട്ട് നിൽക്കുന്ന ആളെ രാധിക കാണുന്നുണ്ട്. അയാളെ കണ്ടതോടെ രാധികയ്ക്ക് ശരീരത്തിൽ എന്തോ വലിഞ്ഞു മുറുകുന്നത് പോലെ അവൾക്ക് തോന്നി. തന്നെ ഒരു കാന്തിക ശക്തിയാൽ അയാൾ വലിച്ചെടുക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിനുണ്ടായിരുന്നത് അത്രത്തോളം ആകർഷണമായിരുന്നു. രാധിക ആ സൗന്ദര്യം കണ്ട നിമിഷം തന്നെ വേറൊരു ലോകത്തിലേക്ക് താൻ ചേർന്നു പോയതുപോലെ അവൾക്ക് തോന്നി. അതൊന്നാകെ അവളുടെ ഉള്ളിൽ ഒരു ഉണർവും ചലനവും സൃഷ്ടിച്ചു. അവളുടെ ശരീരവും മനസ്സും ഒരുപോലെ പ്രകമ്പനം കൊള്ളിച്ചു. അയ്യോ, ഞാൻ എന്താണ് ചിന്തിച്ചു തുടങ്ങുന്നത് എന്നും അവൾ മനസ്സിൽ പറഞ്ഞു. അവളുടെ മനസ്സും സൗന്ദര്യവും ആ പുരുഷരൂപം കീഴടക്കിയിരുന്നു. രാജേഷ്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം, നിന്റെ പിറകെ ആരോ അതാ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് തൻ്റെ പിറകെ വന്ന് നിൽക്കുന്ന ആളെ രാജേഷ് കാണുന്നത്. മുതലാളിയാണ്. എന്നാൽ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തു. സാറ് നേരത്തെ വന്നോ? മുതലാളിയെ വിളിച്ചുകൊണ്ട് രാജേഷ് ചോദിച്ചു. രാജേഷ് ചോദിച്ചതൊന്നും അയാൾ കേട്ടിരുന്നില്ല. അയാൾ വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു. വീണ്ടും രാജേഷ് അയാളെ സാർ എന്ന് വിളിച്ചു ചോദിച്ചു. അപ്പോഴാണ് അയാൾ യഥാർത്ഥ ലോകത്തിലേക്ക് തിരിച്ചു വന്നത്. ഇല്ല, ഇപ്പോൾ വന്നതേയുള്ളൂ. ഞാൻ വന്നത് നിനക്കൊരു ബുദ്ധിമുട്ടായില്ലേ? എന്താണ് സാർ ഇങ്ങനെ പറയുന്നത്? സാറിൻ്റെ ഓഫീസിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ. അതെനിക്കറിയാം, എൻ്റെ ഓഫീസാണ്, എന്നും എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്നൊക്കെ. പക്ഷേ നിൻ്റെ ഫോൺ വിളി നിന്നല്ലോ. ഇല്ല സാർ, അതൊരു പ്രശ്നമല്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ സാർ? ഒന്നുമില്ല, ഞാൻ വെറുതെ വന്നതാണ്. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? എല്ലാം കൃത്യമായി തന്നെ നടക്കുന്നില്ലേ? അങ്ങനെ ജോലിക്കാര്യങ്ങളൊക്കെ അയാൾ രാജേഷിനോട് ചോദിച്ചറിഞ്ഞു. എന്താണ് നാട്ടിൽ വിശേഷം? രാജേഷ് നല്ല സന്തോഷവാനാണല്ലോ. അത് സാർ, കല്യാണം നിശ്ചയിച്ചു. അത് ചേച്ചി പറയുകയായിരുന്നു. അത് രാജേഷിൻ്റെ ചേച്ചിയാണോ സംസാരിച്ചത്? സാർ, അതെൻ്റെ ചേച്ചിയാണ്. രാധിക എന്നാണ് പേര്. ചേച്ചി എന്ത് ചെയ്യുന്നു? സ്കൂൾ ടീച്ചറാണ് സാർ. ഓ, നല്ല കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും മറ്റുള്ളവരോട് സംസാരിച്ച് ഓഫീസ് വിട്ടുപോയി. ഫോൺ വെച്ച് രാധിക അടുക്കളയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഫീലിംഗ് രാധികയ്ക്ക് അനുഭവപ്പെട്ടു. എന്താണ് ഇങ്ങനെയൊക്കെ? റൊമാൻറ്റിക് ഫീലിംഗൊക്കെ എന്നോ നഷ്ടപ്പെട്ടിരുന്ന തനിക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും പൊട്ടിമുളയ്ക്കാൻ കാരണം അയാളാണ്. രാജേഷിൻ്റെ ഫോണിൽ കണ്ടയാൾ. 1 വർഷത്തോളമായി രാധികയിലെ പെണ്ണ് സന്തോഷം എന്താണെന്നറിഞ്ഞിട്ട്. 1 വർഷത്തിന് മുമ്പ് വരെ അജയൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമെങ്കിലും ഇപ്പോൾ അതൊന്നുമില്ല. രാധികയ്ക്ക് അതൊരു പ്രശ്നവുമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അവൾക്ക് തൻ്റെ പ്രശ്നം അങ്ങനെയൊന്നും തീരില്ല എന്ന് മനസ്സിലായിരുന്നു. വറ്റി വരണ്ട മരുഭൂമിയിലേക്ക് വീണ ഒരിറ്റ് മഴത്തുള്ളി കണക്കെ അവളിൽ നേരിയ പ്രതീക്ഷയുടെ തളിരില പൊട്ടിമുളച്ചിരുന്നു. ആ മനുഷ്യൻ്റെ മുഖമൊന്ന് ഓർത്തപ്പോൾ അവളൊന്ന് ചീറി. കാൽപാദം മുതൽ തലയോട്ടി വരെ ഒരു മിന്നൽ പിണർ കടന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. ഓഫീസ് വിട്ട് തൻ്റെ റേഞ്ച് റോവർ കാറിൽ ദുബായിയുടെ തെരുവിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും പറ്റിയിരുന്നില്ല തൻ്റെ ഉറക്കം കെടുത്തിയ കൊഴുത്ത ശരീരത്തിൻ്റെ ഉടമ രാജേഷിൻ്റെ പെങ്ങളാണെന്ന്. ഭാര്യ റജിയിലെ അല്ലാതെ ഒരു പെണ്ണിനെയും സലാം ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഇവൾ അങ്ങനെയല്ല. മനസ്സിൽ നിന്ന് അവൾ ഒഴിഞ്ഞു മാറുന്നില്ല എന്ന് മാത്രമല്ല, തൻ്റെ വഴിയിൽ കൂടി തന്നെയാണ് അവൾ സഞ്ചരിക്കുന്നതെന്നും അവന് മനസ്സിലായി. ഇന്ന് വരെ സലാം ഒരു പെണ്ണിനു വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഇവളെ അവൻ ആഗ്രഹിച്ചു പോയി. അവളുടെ കൂടെ ഒരു തവണയെങ്കിലും കിടക്കാൻ അവൻ ലക്ഷങ്ങൾ ചിലവാക്കാൻ തീരുമാനിച്ചുറപ്പിച്ചു. രാത്രി കുളിച്ചൊരുങ്ങി രാധിക വന്ന് അജയൻ്റെ അടുത്ത് നല്ലതുപോലെ സംസാരിക്കുമ്പോൾ അജയൻ എന്തോ പന്തികേട് തോന്നി. എന്നും തന്നോട് ജോലിക്കാര്യം പറയുന്ന രാധികയോട് സംസാരിക്കുന്നത് തന്നെ അജയനൊരു ഭയമായിരുന്നു. പക്ഷേ ഇന്ന് രാധിക അങ്ങനെയല്ല. അവൾ മറ്റെന്തോ പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണെന്ന് അവന് തോന്നി. കിന്നാര വാക്കുകൾ പറയുമ്പോൾ അവൻ അവളോട് ചോദിച്ചു, എന്തു പറ്റി ഇന്ന് നിനക്ക്? അതെന്താ ഏട്ടാ അങ്ങനെ ചോദിക്കുന്നേ? ഒന്നുമില്ല, നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ. എന്നും ജോലിയുടെ കാര്യം പറഞ്ഞ് എന്നെ ശല്യം ചെയ്യാറല്ലേ പതിവ്. എന്നും അങ്ങനെ മതിയോ ഏട്ടാ എന്ന് പറഞ്ഞ് അവൻ്റെ നെഞ്ചിലൂടെ അവൾ വിരലുകൾ ചലിപ്പിച്ചു.
പക്ഷെ അജയൻ ഒരു മാറ്റവും ഉണ്ടായില്ല. അവന് മനസ്സിലായി ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന്. പക്ഷേ അവനെ കൊണ്ടത് സാധ്യമല്ല. പല കിന്നാര വാക്കുകളും പറഞ്ഞിട്ടും തനിക്ക് വേണ്ടത് അജയേട്ടനിൽ നിന്ന് ലഭിക്കാൻ പോണില്ല എന്ന് മനസ്സിലാക്കിയ രാധിക ലൈറ്റ് ഓഫാക്കി അടുക്കളയിലേക്ക് പോയി. ഓരോന്നിനൊക്കെ താൻ ഇപ്പോൾ ആഗ്രഹിക്കാൻ കാരണം അയാൾ മാത്രമാണ്. അയാൾ ആരാണെന്നറിയാൻ രാധിക കൊതിച്ചു. അവിടെ മുതൽ രാധിക ഒരു കാമാർത്തയായി മാറിയെന്ന് തന്നെ പറയാം. പിറ്റേന്ന് രാവിലെ രാധിക രാജേഷിന് ഫോൺ വിളിച്ച് കല്യാണത്തിന് ഇനി 15 ദിവസമേ ബാക്കിയുള്ളൂ, നീ അടുത്ത ആഴ്ച തന്നെ ഇങ്ങോട്ട് വരണമെന്നും അവൾ പറഞ്ഞു. അതിനിടയിൽ ഇന്നലെ വന്നതാരാണെന്ന് ചോദിക്കാൻ അവൾ മറന്നില്ല. അത് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ രാജേഷിനെ അങ്ങോട്ട് വിളിച്ചത്. അത് തൻ്റെ മുതലാളിയാണ്. ഏത് നാട്ടുകാരനാ? മലയാളിയാണെന്ന് പറഞ്ഞപ്പോൾ രാധിക അവനോട് പറഞ്ഞു, നിന്റെ കല്യാണത്തിന് അദ്ദേഹത്തിനോട് വരാൻ പറയണമെന്ന്. അദ്ദേഹം വലിയ തിരക്കുള്ള മനുഷ്യനാണെന്നും കല്യാണത്തിനൊന്നും അദ്ദേഹം വരില്ല എന്നും പറഞ്ഞപ്പോൾ രാധികയ്ക്ക് നിരാശയായി. അവൾ മറ്റു പലതും സംസാരിച്ച് ഫോൺ വെച്ചു. രാധികയ്ക്ക് വേണ്ടി ലക്ഷ്യങ്ങൾ ചെലവഴിക്കാൻ തയ്യാറായ സലാമിൻ്റെ അവസ്ഥ മറ്റൊന്നായിരുന്നു. എങ്ങനെയെങ്കിലും അവളുടെ അടുത്തേക്ക് എത്തണം. അതിനേത് വഴിയും കണ്ടെത്താൻ അവൻ തയ്യാറായി. അതിന് എത്ര പണം ചെലവായാലും ചെലവാക്കാനും അവൻ റെഡിയാണ്. ഊണിലും ഉറക്കത്തിലും ഇപ്പോൾ രാധിക മാത്രമാണ്. അവളെക്കുറിച്ച് കൂടുതൽ അറിയാൻ മനസ്സ് വെമ്പൽ കൊണ്ട് കൃത്യം 11 മണിയാവുമ്പോൾ തന്നെ അവൻ രാജേഷുള്ള അവൻ്റെ ഓഫീസിലേക്ക് എത്തി. എല്ലാവരോടും സംസാരിച്ചു. അവൻ രാജേഷിൻ്റെ ക്യാബിനിൽ വന്നിരുന്നു. അപ്പോഴാണ് രാജേഷ് അവനോട് പറഞ്ഞത്, സർ, 2 ആഴ്ച കഴിഞ്ഞാൽ എൻ്റെ കല്യാണമാണ്. എനിക്ക് അടുത്ത ആഴ്ച ലീവ് വേണം. അവൻ അത് കേട്ട് സമ്മതം മൂളി. എത്ര മാസമാണ് ലീവിന് നിൽക്കുന്നതെന്നും കൂടി ചോദിച്ചപ്പോൾ 2 മാസം എന്നവൻ പറഞ്ഞു. അതിനിടയിൽ രാജേഷ് മുതലാളിയോട് സർ കല്യാണത്തിന് വരണമെന്ന് കൂടി പറഞ്ഞു. സലാം ചിരിച്ചതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. സാറ് നിർബന്ധമായും വരണം, ചേച്ചി പ്രത്യേകം പറഞ്ഞു എന്നുകൂടി പറഞ്ഞപ്പോൾ സലാമിന് ഉത്സാഹമായി. പക്ഷെ അവനത് പുറത്ത് കാട്ടിയില്ല. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാൽ ചേച്ചിയോട് എന്നോട് കല്യാണം വിളിക്കാൻ പറ, അപ്പോൾ ഞാൻ വരാം. സർ, എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ കല്യാണത്തിന് ഞാൻ വരണമെന്ന് നീയല്ലല്ലോ പറഞ്ഞത്, ചേച്ചി പറഞ്ഞതല്ലേ. അതുകൊണ്ടല്ലേ നീ ഇപ്പോൾ കല്യാണം പറഞ്ഞത്? അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാനും സാറിനോട് പറയാൻ നിന്നതാണ്. പക്ഷെ ഒരുപാട് തിരക്കുള്ള സാറ് എൻ്റെ കല്യാണത്തിന് വരില്ല എന്നെനിക്ക് തോന്നി, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തല ചുറിഞ്ഞു. ഓക്കെ, നോക്കാം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പോവാൻ നേരം, ഞാൻ ചേച്ചിയോട് പറയട്ടെ സാറ് വരുമെന്ന്? അത്ര നിർബന്ധമാണെങ്കിൽ നീ ചേച്ചിയെ വിളി, ഞാൻ തന്നെ പറയാം. രാധികയെ കാണാനുള്ള ആർത്തി സലാമിന് മുട്ടിട്ടു. രാജേഷ് ഫോൺ എടുത്ത് രാധികയെ വീഡിയോ കോൾ ചെയ്തു. ഇവൻ എന്തിനാണ് ഇപ്പോൾ വിളിക്കുന്നതെന്ന ഭാവത്തിൽ ആദ്യത്തെ ബെല്ലടിയിൽ അവൾ ഫോൺ എടുത്തില്ല. വീണ്ടും അടിച്ചപ്പോൾ ഒരു ശല്യമാണെന്ന രീതിയിൽ രാധിക ഫോൺ എടുത്തു. അടുത്ത് നിൽക്കുന്ന മുതലാളി ഉണ്ടായതുകൊണ്ട് രാധികയോടൊന്നും പറയാൻ പറ്റാതെ രാജേഷ് വിയർത്തു. അപ്പോൾ രാധികയുടെ ചോദ്യം, എന്തിനാണ് വിളിച്ച് ശല്യം ചെയ്യുന്നത്? നിനക്കവിടെ ജോലിയൊന്നുമില്ലേ? മുതലാളി ഇന്നലെ കയറി വന്നതുപോലെ കയറി വന്ന് ഇതൊക്കെ കണ്ടിട്ട് വേണം ഉള്ള ഈ ജോലി പോകാൻ. വെറുതെ ജോലിയൊന്നും കളയാൻ നിൽക്കണ്ട. അവൻ്റെ മുതലാളി അത്ര വലിയ ചെറ്റത്തരത്തിൻ്റെ ഉടമയല്ല എന്നൊരു ശബ്ദം അവൾ കേട്ടു. അത് രാജേഷിൻ്റെ അല്ല. ആ ശബ്ദം കേട്ടതോടെ അവൾക്ക് അവളുടെ ശരീരം മൊത്തം കുളിര് കയറിയതുപോലെ അനുഭവപ്പെട്ടു. ആരാടാ രാജേഷ് ഇത്? ചേച്ചി, അതെൻ്റെ സാറാണ്. ചേച്ചി സാറിനെ കല്യാണത്തിന് വിളിക്കണമെന്ന് പറഞ്ഞില്ലേ? സാറ് പറയുന്നു ചേച്ചി തന്നെ വിളിക്കട്ടെ എന്ന്. ഞാനിതാ സാറിൻ്റെ കയ്യിൽ കൊടുക്കാം. അത് കേട്ട് രാധിക ഒരു നിമിഷം നിശ്ചലമായി. എന്താണ് നീ പറയുന്നത്? നിൻ്റെ മുതലാളി എന്നോട് സംസാരിക്കാമെന്നോ? പറഞ്ഞു തീരും മുമ്പ് രാജേഷിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി സലാം സംസാരം തുടങ്ങിയിരുന്നു. അവൻ്റെ മുതലാളി എന്തേ മനുഷ്യനല്ലേ സംസാരിക്കാതിരിക്കാൻ? രാധികയും സലാമും അവിടെ നിന്നും കാമുകന്മാരാവുകയായിരുന്നു. രാജേഷ് നാട്ടിൽ പോകുന്നതിനിടയിൽ 4 തവണ സലാമും രാധികയും സംസാരിച്ചു. 2 പേരും ഇതിനിടയിൽ അന്യോന്യം സ്വപ്നം കണ്ടിട്ടുണ്ട്. രാജേഷ് പോകുന്നതിൻ്റെ തലേന്ന് അവനെ നല്ലതുപോലെ തന്നെ മുതലാളി കണ്ടു.
രാധികയ്ക്ക് വേണ്ടി അവിടെ മുതൽ സലാം കാശ് ചിലവാക്കി തുടങ്ങിയെന്ന് തന്നെ പറയാം. വാഹനത്തിൽ കയറി പോകാൻ നേരം സലാം വാഹനത്തിലുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ് എടുത്ത് രാജേഷിന് നീട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിൻ്റെ ചേച്ചിക്ക്. നിന്റെ മുതലാളി ഒന്നും കൊടുക്കാത്തവനാണ്, കഞ്ഞിത്തരമുള്ളവനാണെന്ന് ചേച്ചി കരുതണ്ട. അയ്യോ സാർ, അങ്ങനെയൊന്നും പറയാതെ, സാറിനെ നമ്മൾക്കറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ ഗിഫ്റ്റ് വാങ്ങി. ആ ഗിഫ്റ്റ് ബോക്സിലുണ്ടായിരുന്ന മഞ്ഞ ബ്ലൗസിലും നീല വയലറ്റ് സാരിയിലും കല്യാണ മണ്ഡപത്തിൽ തിളങ്ങി നിൽക്കുകയാണ് രാധിക. രാധികയുടെ മനസ്സിൽ ഇപ്പോൾ സലാം മാത്രമേയുള്ളൂ. അവൾ പലതവണ രാജേഷിനോട് ചോദിച്ചു, നിന്റെ മുതലാളി വരുമോ എന്ന്. എന്തെന്നറിയില്ല, വലിയൊരു കോടീശ്വരനാണ് അദ്ദേഹം എന്നറിഞ്ഞിട്ടും അദ്ദേഹത്തെ ചിന്തിക്കാത്ത ദിവസങ്ങൾ ഇപ്പോൾ രാധികയുടെ ജീവിതത്തിലില്ല. രാജേഷിന് മറുപടി അറിയില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാജേഷിന് ഉറപ്പായിരുന്നു തൻ്റെ മുതലാളി എൻ്റെ കല്യാണത്തിന് വരില്ല എന്ന്. പക്ഷെ രാധികയ്ക്ക് ഉറപ്പായിരുന്നു സലാം കല്യാണത്തിന് വരുമെന്ന്. താലി കെട്ടാൻ സമയമായപ്പോൾ രാധിക എല്ലായിടത്തും ഒന്ന് കണ്ണോടിച്ചു. പല ആൾക്കാരും കടന്നു വരുന്നുണ്ടെങ്കിലും പക്ഷേ സലാമിനെ മാത്രം അവൾ കണ്ടില്ല. അപ്പോഴാണ് ഒരു ബെൻസ് കാർ അവിടെ വന്നത് അവൾ കണ്ടത്. അവൾ ആ മണ്ഡപത്തിൽ നിന്ന് എത്തി വലിഞ്ഞു നോക്കി. അപ്പോൾ ഡോറ് തുറന്ന് കണ്ണിലൊരു കൂളിംഗ് ഗ്ലാസ് വെച്ച് അവളുടെ മനസ്സിലെ കാമുകൻ അതിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടത്. അവൾ തല താഴ്ത്തിയിട്ട് താലി കെട്ടാനിരിക്കുന്ന രാജേഷിനോട് പറഞ്ഞു, രാജേഷ്, നിന്റെ മുതലാളി അതാ വന്നു. അവൻ ചാടി എണീക്കാൻ നോക്കിയപ്പോൾ അവൾ തടഞ്ഞു. ഞാൻ പോവാം. എന്നാ ചേച്ചി പോ, അദ്ദേഹത്തിനെയും കൂട്ടി ഇങ്ങോട്ട് വാ. എന്നിട്ട് താലി കെട്ടി കഴിയുമ്പോൾ ചേച്ചി തന്നെ അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പി കൊടുക്കണം. ഭക്ഷണം ഒന്നും കഴിക്കാൻ അദ്ദേഹം നിൽക്കുന്നില്ലെങ്കിലും ചേച്ചി നിർബന്ധിച്ചു കൊടുക്കണം. അദ്ദേഹം ആരുടെയും കല്യാണത്തിനൊന്നും പോകാറില്ല, ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലപോലെ നോക്കണം. തൻ്റെ ചേച്ചിയെ മൊത്തം കൊടുക്കാൻ നിൽക്കുമ്പോഴാണോ നീ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യം പറയുന്നതെന്ന് മനസ്സിൽ പറഞ്ഞ് രാധിക സലാം വരുന്ന വഴിയിലേക്ക് നടന്നു. താൻ ഗിഫ്റ്റായിട്ട് കൊടുത്ത് അയച്ച സാരിയിൽ രാധികയെ കണ്ടപ്പോൾ അവന് വല്ലാത്തൊരു അത്ഭുതമായി. ആങ്ങളയുടെ കല്യാണത്തിന് എൻ്റെ ഗിഫ്റ്റ് സാരിയാണ് അവൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ കാണാൻ തന്നെ എന്തൊരു സൗന്ദര്യം. തൻ്റെ മുമ്പിലേക്ക് അവൾ തെന്നി വരുന്നത് കാണാൻ തന്നെ എന്തൊരു ചേലാണ്. സലാമിൻ്റെ അടുത്തേക്ക് നീങ്ങിയ രാധിക സർ എന്ന് വിളിച്ചു. അപ്പോൾ സലാം പറഞ്ഞു, ഞാൻ രാജേഷിൻ്റെ മുതലാളിയാണ്, രാധികയുടെ അല്ല. എന്നെ സലാം അല്ലെങ്കിൽ ഇക്ക എന്ന് വിളിച്ചാൽ മതി. അതവൾക്ക് പുതിയൊരു അനുഭൂതി സൃഷ്ടിച്ചു. ഒരഹങ്കാരവുമില്ലാത്ത മനുഷ്യനാണെന്ന് അവൾക്ക് മനസ്സിലായി. പിന്നീടുള്ള ഓരോ നിമിഷവും സലാമിൻ്റെയും രാധികയുടെയും സുന്ദര നിമിഷങ്ങളായിരുന്നു. അവനും അവളും കൂടുതൽ അടുത്തു. തനിക്ക് 100 കണക്കിന് ജോലിക്കാരുണ്ടെങ്കിലും ഒരാളുടെ വീട്ടിലും പോകാത്ത അവൻ എന്തിന് രാജേഷിൻ്റെ കല്യാണത്തിന് മാത്രം വന്നു എന്ന് അവന് പോലും മനസ്സിലായിരുന്നില്ല. എല്ലാ തിരക്കുകളും മാറ്റിവെച്ചാണ് അവൻ ഇന്നിവിടെ വന്നത്. അത് ഈ മാദക തിടമ്പിനെ കാണാൻ വേണ്ടി മാത്രം. കല്യാണത്തിന് കുടുംബത്തിലെ പല ആൾക്കാരും വന്നു പോയെങ്കിലും രാധിക ഒരാളെയും ശ്രദ്ധിക്കാൻ നിന്നില്ല. അവൾ സലാമിൻ്റെ ഒപ്പം തന്നെയാണ്. തൻ്റെ മക്കളെയോ ഭർത്താവിനെയോ അവൾ ഗൗനിച്ചതേയില്ല. കാമം എന്ന വികാരം അവസാനിച്ചു എന്ന് കരുതിയെടുത്ത് നിന്നാണ് പുതുജീവൻ ഇയാൾ എനിക്ക് നൽകിയത്. അയാളെ അവൾ അന്നു മുതൽ ഒരു കാമുകനായി മനസ്സിൽ പ്രതിഷ്ഠിച്ചതാണ്. ആ പ്രതിഷ്ഠ അടുത്തുണ്ടാവുമ്പോൾ അവൾക്ക് ഈ ലോകത്ത് മറ്റൊന്നും കാണാൻ സാധ്യമല്ല. അവളുടെ മനസ്സിൽ സലാം എന്നൊറ്റ വികാരം ഇപ്പോൾ ഉള്ളൂ. പക്ഷേ കോടീശ്വരനായ സലാം എങ്ങനെയാവും എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുക എന്നായിരുന്നു അവളുടെ ഭയം. അതേ അവസ്ഥ തന്നെയായിരുന്നു സലാമിന്. കുടുംബ കല്യാണത്തിന് പോയാൽ പോലും സലാം 15 മിനിറ്റിൽ കൂടുതൽ നിൽക്കാറില്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 2 മണിക്കൂറിൽ കൂടുതലായി. രാധിക എന്ന സ്വർണ്ണ തിടമ്പിനെ വിട്ടുപോകാൻ അവൻ്റെ മനസ്സ് അനുവദിച്ചിരുന്നില്ല. അവളുടെ ശരീരത്തിലെ ചെമ്പൻ രോമങ്ങൾ കാണാൻ തന്നെ എന്തൊരു ഭംഗി. 100-ൽ 100 മാർക്ക് കൊടുക്കാവുന്ന അംഗലാവണ്യമുള്ള ഈ മാദക തിടമ്പിനെ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത് ആണുങ്ങളുടെ മനസ്സിൻ്റെ സ്വസ്ഥത കെടുത്താനാണോ എന്ന് സലാം ചിന്തിച്ചു പോയി. അവളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവളുടെ കാമം കത്തിജ്വലിച്ച് നിൽക്കുന്നത് പോലെയുള്ള അവളുടെ മിഴികൾ. അതിലേക്ക് നോക്കുന്നതിനനുസരിച്ച് അവൻ്റെ തലച്ചോറിൽ സ്ഫോടനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവസാനം സലാം പോകാൻ തീരുമാനിച്ചു. കുറേ സമയം ഞാനിവിടെ നിന്നാൽ അതൊരു സംശയമാവുമെന്ന് അവൻ ഉറപ്പായിരുന്നു.
എല്ലാവരോടും യാത്ര പറയാൻ നിൽക്കുമ്പോൾ രാജേഷും പുതുമണവാട്ടിയും സലാമിൻ്റെ അടുത്തേക്ക് അനുഗ്രഹം വാങ്ങാൻ വന്നു. ആ സമയം സലാം പോക്കറ്റിൽ നിന്നും 2 പവൻ്റെ ഒരു മാലയെടുത്ത് രാജേഷിൻ്റെ കഴുത്തിൽ ഇട്ടുകൊടുത്തു. അത് രാജേഷിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, രാധിക എന്ന തങ്കക്കട്ടി സ്വന്തമാക്കാനുള്ള പൂതി കൊണ്ട് തന്നെയാണ്. രാധികയുടെ മക്കളെയും അവളുടെ അച്ഛൻ, അമ്മ, ഭർത്താവിനെയും കുടുംബക്കാരെയും രാധിക പരിചയപ്പെടുത്തി കൊടുത്തു. ഭർത്താവ് അജയനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് അവൻ്റെ കൈപിടിച്ച് നിന്നുകൊണ്ട് സലാം മനസ്സിൽ പറഞ്ഞു, നീയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. കൊഴുത്ത സുന്ദരിയായ ഭാര്യയുടെ ഉടമസ്ഥനാണല്ലോ നീ. പിന്നെ രാധികയുടെ മക്കളുടെ തലയിൽ തലോടിക്കൊണ്ട് സലാം പറഞ്ഞു, മാമൻ മക്കൾക്ക് സമ്മാനമൊന്നും കൊണ്ടുവന്നിട്ടില്ല, പിന്നെ വരുമ്പോൾ കൊണ്ടുവരാം. അപ്പോൾ രാധിക ചോദിച്ചു, ഇനി ഇങ്ങോട്ടേക്ക് വരുമോ? അതൊരു കാമുകിയുടെ ചോദ്യം പോലെ സലാമിന് തോന്നി. വരും. മുതലാളിമാരൊക്കെ ഇങ്ങനെ തന്നെയാണ്, വരുമെന്ന് പറയും, പിന്നെ വരാതിരിക്കും. നമ്മളെപ്പോലെയുള്ളവർ അവരുടെ വാക്കും കേട്ട് കാത്തിരിക്കും. അതുപോലെ വരുമെന്നുള്ള വാക്കല്ലേ ഇതും? രാധിക ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. അതുപോലെയുള്ളൊരു വാക്കല്ല, ഞാൻ എന്തായാലും വരും. അവളുടെ ആ കാമം കണ്ണിൽ നോക്കി അവൻ പറഞ്ഞു. ദിവസങ്ങൾ പലതും കടന്നുപോയി. രാധിക വികാരം കൊണ്ട് ഭ്രാന്തിയായി പോയിരുന്നു. കെട്ടിയോൻ അജയന് മെരിക്കാൻ കഴിയാതെ പോയ ഒരു കുതിരയായിരുന്നു രാധിക. അവളുടെ ആഗ്രഹങ്ങളെ കടിഞ്ഞാനിട്ട് പിടിച്ചു നിർത്താനുള്ള കഴിവൊന്നും അജയൻ എന്ന നാടൻ കുതിരയ്ക്കില്ല. സലാം എന്ന അറേബ്യൻ കുതിര തന്നെ വേണമായിരുന്നു അവൾക്ക്. സലാം പല തവണകളിലായി നാട്ടിൽ വന്നുപോയി. ഭാര്യ റജിലയുമായുള്ള സ്വകാര്യ നിമിഷങ്ങൾ രാധികയായിരുന്നു മനസ്സിൽ. രാധിക സലാമിൻ്റെ സിരകളിൽ പടർന്നു കയറി അവളെ കാണാതിരിക്കാൻ പറ്റാതായി. അവൻ്റെ ഫോണിൽ അവളുടെ ഫോട്ടോകൾ മാത്രം നിറഞ്ഞു. പണം എറിഞ്ഞാൽ എത്ര വലിയ സുന്ദരിയും തൻ്റെ കൂടെ കിടക്കുമെന്നറിഞ്ഞിട്ടും അതിനൊന്നും തയ്യാറാവാതിരുന്ന ഒരാളാണ് സലാം. ഭാര്യ റജില അല്ലാതെ ഒരാളെ അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ രാധികയെ കണ്ട അന്നു മുതൽ അവന് ഭ്രാന്ത് തുടങ്ങിയിരുന്നു. ഇന്നെന്തായാലും രാധികയെ കാണണമെന്ന് തീരുമാനിച്ചു. രാവിലെ കുളിച്ചിറങ്ങി അവൻ രാധികയുടെ വീട് ലക്ഷ്യമാക്കി പോയി. തൻ്റെ വീട് ലക്ഷ്യമാക്കി ഒരു ബെൻസ് കാറ് വരുന്നത് കണ്ട് രാധികയുടെ ഉള്ളൊന്ന് വിറച്ചു. ഒരു കവറും എടുത്ത് നടന്നു വരുന്ന സലാമിനെ കണ്ട് രാധിക പുറത്തേക്ക് വന്നു. അവനെ സ്വീകരിച്ചു. അപ്പോൾ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം അവരുടെ അടുത്തേക്ക് വന്നു. ഞാൻ വരുമെന്ന് പറഞ്ഞതല്ലേ, വാക്ക് പാലിച്ചിരിക്കുന്നു എന്ന് ചിരിച്ചുകൊണ്ട് രാധികയെ നോക്കി അവൻ പറഞ്ഞു. അത്ഭുതമായിരുന്നു രാധികയ്ക്ക്. സലാം എന്ന് പറയുന്ന കോടീശ്വരൻ വന്നിരിക്കുന്നു. അതിനെന്തായിരിക്കും കാരണം? താൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? എന്നെ കാണാൻ ഈ കോടീശ്വരൻ എന്തിനാണ് വരുന്നത്? എന്തൊക്കെയോ വേണ്ടാത്തത് ചിന്തിച്ചു കൂട്ടുന്നു എന്ന് അവൾ ചിന്തിച്ച് തലയ്ക്കൊരു കൊട്ടുകൊടുത്തു. ഉണ്ടായിരുന്ന പൊതി മക്കൾക്ക് നീട്ടി സലാം ഉള്ളിലേക്ക് കയറി ചെന്നു. ചായ കുടിച്ച് കുശലാന്വേഷണം പറയുന്നതിനിടയിൽ സലാം അജയനോട് ചോദിച്ചു, ചേട്ടൻ എന്താണ് ജോലി? അവൻ തല ചൊറിഞ്ഞ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാധിക പറഞ്ഞു, സലാമിക്കാൻ്റെ അടുത്ത് എന്തെങ്കിലും ജോലി ഉണ്ടാവുമോ? അപ്പോൾ അജയൻ രാധികയെ നോക്കി. അവൻ ഒട്ടും ഇഷ്ടമല്ല ജോലി ചെയ്യാൻ എന്ന് രാധികയ്ക്ക് നന്നായി അറിയാം. പക്ഷേ ഭർത്താവിന് ജോലിക്ക് അയക്കണമെന്ന ചിന്തയിലൊന്നുമല്ല അവൾ സലാമിനോട് ജോലിയുണ്ടോ എന്ന് ചോദിച്ചത്. സലാമുമായി കൂടുതൽ അടുക്കാമല്ലോ എന്ന ചിന്തയിലായിരുന്നു. എൻ്റെ അടുത്ത് ജോലിയൊക്കെ ഉണ്ട്, പക്ഷേ അജയേട്ടന് താല്പര്യമില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ എന്താണ് ആദ്യം ചെയ്തിരുന്നത്? ഗൾഫിലായിരുന്നെന്നും സൂപ്പർവൈസർ ആയിരുന്നു എന്നൊക്കെ സലാമിനോട് അജയൻ പറഞ്ഞു. താല്പര്യമില്ലെങ്കിൽ വേണ്ട കേട്ടോ എന്ന് സലാം പറഞ്ഞു. അതല്ല, ഭാര്യയെ വിട്ടിട്ട് പോകാനാണെങ്കിൽ ഭാര്യയ്ക്കുണ്ട് ജോലി, ടീച്ചറാണല്ലോ. എൻ്റെ സ്വന്തം സ്കൂളിലേക്ക് ഒരു ടീച്ചർ ആവശ്യമുണ്ട്. ഗൾഫിൽ വെച്ച് രാധികയെ മെരുക്കാൻ സലാം തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അവിടെ ആവുമ്പോൾ ഒരു കുഞ്ഞറിയത്തില്ല, ഇവിടെ അത്ര സേഫല്ല, അതിൽ വീഴുമോ എന്ന് നോക്കുകയായിരുന്നു സലാം. സലാമിൻ്റെ കൂടെ കിടക്കാൻ വെമ്പൽ കൊള്ളുന്ന രാധികയ്ക്ക് ലോട്ടറിയാണ് അടിച്ചത്, ബമ്പർ ലോട്ടറി. ഞാൻ റെഡിയാണ്, ഇപ്പോൾ ഞാൻ സ്കൂളിൽ പോകാറില്ല, അത് ഡെയിലി ബേസാണ്. അപ്പോൾ മക്കൾ? അജയൻ ചോദിച്ചു. അത് കേട്ട് രാധിക പറഞ്ഞു, അവരമ്മയുടെ കൂടെ നിൽക്കും, നമുക്കൊരു വീടാവുന്നത് വരെ അവിടെ നിൽക്കാം. മക്കൾ വളരുകയല്ലേ അജയേട്ടാ. അവിടെ സലാം പുതിയൊരു തീരുമാനമെടുത്തു. രാധിക എന്ന മതയാനെ വെപ്പാട്ടിയാക്കാനുള്ള തീരുമാനം.
റജിലയ്ക്ക് തൻ്റെ പരാക്രമങ്ങൾ തടയാൻ പറ്റുന്നില്ല. അതിന് പറ്റിയവൾ തന്നെയാണിവൾ. ലോകത്ത് പല നാട്ടിലും പോയിട്ടുണ്ടെങ്കിലും ഇവളെ വെല്ലുന്ന ഒരുത്തിയെയും ഞാൻ കണ്ടിട്ടില്ല. ഇവൾക്ക് ഈ മോയന്തനം കൊണ്ടൊന്നും തൃപ്തിപ്പെടാൻ പറ്റത്തില്ല. സലാം അവരോടായി പറഞ്ഞു. താല്പര്യമുണ്ടെങ്കിൽ പാസ്പോർട്ട് കോപ്പി തന്നോളിൻ. ഇന്ന് രാത്രി ഞാൻ പോകും. നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും വിസ ഇങ്ങെത്തും. ഇത്ര പെട്ടെന്നോ? അജയൻ ചോദിച്ചു. ഇത്ര പെട്ടെന്ന് തന്നെ. എനിക്ക് അവിടെ സ്റ്റാഫിൻ്റെ കുറവുണ്ട്. അതും സൂപ്പർവൈസർ. രാധികയെ 2 ദിവസത്തിനുള്ളിൽ തൻ്റെ ബെഡ്റൂമിൽ എത്തിക്കണമെന്ന് സലാം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. പിന്നെ ടീച്ചറുടെ ജോലി, അതും 2 ദിവസത്തിനുള്ളിൽ ജോലിയിൽ കയറ്റാം. ടീച്ചറെ ജോലിയിൽ കയറ്റിയാലേ എനിക്കൊരു സമാധാനം ആവുകയുള്ളൂ. അത് പറഞ്ഞത് രാധികയുടെ മുഖത്ത് നോക്കിയായിരുന്നു. രാധികയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ രാധിക പറഞ്ഞു, താല്പര്യമുണ്ട്. നമ്മൾക്കിപ്പോൾ ആ ജോലി കിട്ടിയേ പറ്റൂ. അജയനോടൊന്നും ചോദിക്കാതെ റൂമിലേക്ക് ഓടി പാസ്പോർട്ടിൻ്റെ കോപ്പി തപ്പാൻ. പക്ഷെ 2 പേരുടെയും പാസ്പോർട്ട് കോപ്പി ഇല്ല. അവൾക്ക് നിരാശ തോന്നി. അവൾ പാസ്പോർട്ടും അജയൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും എടുത്തു വന്നു. അവൾ എന്നിട്ട് അവരോട് പറഞ്ഞു, കോപ്പിയില്ല ചേട്ടാ, എന്താ ചെയ്യുക? എൻ്റെ ഫോട്ടോയും ഇല്ല. ചുരിദാറിൽ ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ് രാധിക എന്ന മാതക സുന്ദരി. കഴുത്തിൽ ഷോൾ അവൾ ഇട്ടില്ലായിരുന്നു. അത് മനഃപൂർവ്വം തന്നെയായിരുന്നു അവൾ ചെയ്തത്. തൻ്റെ കാമുകൻ തന്നെ കണ്ട് ഇഷ്ടപ്പെടട്ടെ എന്ന് കരുതി. കുഴിമടിയനായ അജയൻ അവളോട് പറഞ്ഞു, എന്നാൽ നീ ഫോട്ടോ എടുത്തിട്ട് വാ. അതിന് വണ്ടിയില്ല ചേട്ടാ. അപ്പോൾ ആ പുരുഷ ശബ്ദം അവളുടെ കാതുകളിലേക്ക് കയറി. വാ, ഞാൻ കൊണ്ടുവിടാം. നിങ്ങൾ എന്നെ എന്താ എൻ്റെ കൂടെ നിനക്ക് വന്നുകൂടെ? നിന്നെ ഞാൻ തിന്നുകയൊന്നുമില്ല. ഇക്കാക്ക് ഒരുപാട് തിരക്കെല്ലാം ഉള്ളതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അവൻ അവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞു. തൻ്റെ കാമുകൻ്റെ കൂടെ ആദ്യമായി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ത്രില്ലിലായിരുന്നു രാധിക. അവൾ അവനോട് ചോദിച്ചു, അവിടെ റൂമൊക്കെ എങ്ങനെയാ? അപ്പോൾ അവൻ അവളോട് പറഞ്ഞു, എൻ്റെ ഫാമിലി നിന്ന ഒരു വില്ലയുണ്ട്. അതിൽ ഞാൻ മാത്രമേ താമസമുള്ളൂ. നിങ്ങൾ തൽക്കാലം അവിടെ നിന്നോ. അത് കേട്ട് അവൾക്ക് സന്തോഷമായി. രാധികയ്ക്ക് വിസയും ജോലിയും ഒന്നുമല്ല വേണ്ടത്. താൻ മാസങ്ങളോളം മനസ്സിൽ കൊണ്ടു നടക്കുന്ന തൻ്റെ കാമുകൻ്റെ കൂടെ ഒരു രാത്രിയെങ്കിലും കിടക്കണമെന്ന ചിന്തയായിരുന്നു. അതിനാണ് അവൾ മക്കളെപ്പോലും ഒഴിവാക്കി ദുബായിലേക്ക് പ്ലെയിൻ കയറാൻ പോകുന്നത്. ഫോട്ടോയും കോപ്പിയും എടുത്ത് സലാമിൻ്റെ അടുത്തേക്ക് വന്ന രാധിക അവന് നേരെ നീട്ടി. അവനത് വാങ്ങി വണ്ടിയിൽ വെച്ചു. അവൾ നന്നായി വിയർത്തിരുന്നു. വിയർപ്പും കൂടിയായപ്പോൾ രാധിക ഒന്നും കൂടെ തിളങ്ങിയതുപോലെ സലാമിന് തോന്നി. പോവാൻ ഓട്ടോറിക്ഷ നോക്കിയപ്പോൾ ആ കോലത്തിൽ രാധികയെ കണ്ട് സലാമിനെ അവൾക്ക് ഒറ്റയ്ക്ക് അയക്കാൻ മനസ്സില്ലായിരുന്നു. രാധികയെ വണ്ടിയിൽ കയറ്, ഞാൻ കൊണ്ടുവിടാം. അത് ബുദ്ധിമുട്ടാവില്ലേ? നിങ്ങൾ തിരക്കുള്ള മനുഷ്യനല്ലേ? രാധികയ്ക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാമെന്ന് തീരുമാനിച്ചു എന്നവൻ പറഞ്ഞു ചിരിച്ചു. അങ്ങനെ രാധിക വണ്ടിയിൽ കയറി. രാധികയുടെ മത്ത് പിടിപ്പിക്കുന്ന വിയർപ്പിൻ്റെ മണം സലാമിൻ്റെ മനസ്സിൽ അസ്വസ്ഥതകൾ നിറച്ചു. ഇനിയുള്ള ഗൾഫ് ജീവിതം രാധികയുടെ കൂടെയാണ് മോനെ എന്ന് മനസ്സിൽ പറഞ്ഞു. വീടെത്തിയപ്പോൾ രാധിക ഇറങ്ങി. തിരിച്ചു പോകാൻ നേരം സലാം രാധികയെ വിളിച്ചു. രാധികയെ എന്നവൾ വിളി കേട്ടു. രാധികയ്ക്ക് മഞ്ഞ സാരിയും ചുവപ്പ് ബ്ലൗസും നന്നായി ചേരും. ഞാനൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിന്ന് അതെടുത്ത് അവൾക്ക് കൊടുത്തു. പിന്നൊരു ജ്വല്ലറിയുടെ കവറും അതിൽ 5 പവനോളം തൂക്കമുള്ള തടിച്ചൊരു പാദസരവും. എന്തിനാണ് സലാമിനോട് എന്നോട് ഇത്ര മടുപ്പം എന്ന് രാധികയ്ക്ക് എങ്ങനെ ചിന്തിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. എന്നെപ്പോലെ തന്നെയാണോ അദ്ദേഹം ചിന്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് കോൾ അടിച്ചു. ഇഷ്ടം പോലെ പണവും ഇഷ്ടം പോലെ വേണ്ടതെല്ലാം കിട്ടും. പണം എനിക്ക് വേണ്ട, വേറെ ചിലതൊക്കെയാണ് എനിക്ക് ആവശ്യം. അത് സലാമിൽ നിന്ന് നല്ലവണ്ണം കിട്ടും എന്നൊക്കെ ഏകദേശം മനസ്സിലായി. അവൾ ഗൾഫിലേക്ക് പോകാൻ തയ്യാറായി. സലാം ഇത്രയൊക്കെ ചെയ്യുന്നത് തന്നെ കിട്ടാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകമൊക്കെ രാധികയ്ക്കുണ്ട്. ഒരു പരിചയമില്ലാതെയാണ് അയാൾ എനിക്ക് 5 പവൻ്റെ പാദസരം തന്നത്. അത് തന്നപ്പോൾ തന്നെ അതിലൊരു എഴുത്തുമുണ്ടായിരുന്നു, ആരും അറിയരുതെന്ന്. പക്ഷേ അവളന്ന് അത്ര കാര്യമാക്കിയിരുന്നില്ല.
എനിക്ക് വേണ്ടി അജയേട്ടൻ പോലും കൃത്യമായി എൻ്റെ ഇളം നിറത്തിലുള്ള ശരീരത്തിന് ചേരുന്ന സാരി എടുത്ത് തന്നിട്ടില്ല. ഇതിപ്പോൾ രണ്ടാമത്തെ സാരിയാണ്. സലാമിന് പണ്ടേ വഴങ്ങാൻ തയ്യാറായ രാധികയ്ക്ക് അവനോട് ആത്മാർത്ഥമായ പ്രണയം തുടങ്ങിയോ എന്നൊരു സംശയമില്ലാതായി. രാധികയുടെ നമ്പർ വാങ്ങിയിരുന്നു സലാം. കൃത്യം രണ്ടാമത്തെ ദിവസം രാധികയുടെ വാട്സാപ്പിലേക്ക് അവളുടെയും അജയൻ്റെയും വിസ കോപ്പി അയച്ചു കൊടുത്തപ്പോൾ രാധികയ്ക്ക് അത്ഭുതമായിരുന്നു. ഇത്ര പെട്ടെന്നൊക്കെ വിസ കിട്ടുമോ? അതും ഇത്ര വലിയ കോടീശ്വരൻ നേരിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അതിനർത്ഥം എന്താണ്? അവൾക്കത് ചിന്തിക്കാൻ പോലും പറ്റിയിരുന്നില്ല. അവൾ ഒരു ടൈപ്പ് മെസ്സേജ് വന്ന് കിടക്കുന്നത് കണ്ടു. അവളത് വായിച്ചു. മഞ്ഞ സാരിയും ചുവപ്പ് ബ്ലൗസിലും രാധികയെ കാണാൻ നല്ല ചേലായിരിക്കും. അതിൻ്റെ കൂടെ ആ തടിച്ച പാദസരവും. രാധിക ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇക്കയും ആഗ്രഹിക്കുന്നുണ്ട്. അവൾ സലാമിനെ പുൽകാൻ മനസ്സുകൊണ്ട് തയ്യാറായി. അന്ന് രാത്രി അവൾ മേക്കപ്പൊക്കെ ഇട്ട് ഒന്നോടെ സുന്ദരിയായി. ഇന്ന് വരെ അജയേട്ടൻ്റേതെന്ന് കരുതിയിരുന്ന താൻ നാളെ മുതൽ മറ്റൊരാൾക്ക് സ്വന്തമാവാൻ പോവുകയാണ്. അതിന് നല്ല സുന്ദരിയാക്കി തന്നെ അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് കിടന്നത്. രാധികയും അജയനും വീട്ടുകാരോട് യാത്ര പറഞ്ഞു പുറപ്പെട്ടു. വിസയുടെ കൂടെ തന്നെ സലാം അവർക്ക് വേണ്ടിയുള്ള ടിക്കറ്റും അയച്ചു കൊടുത്തിരുന്നു. ഒരു ചെലവുമില്ലാതെ അവർ രണ്ടുപേരും ദുബായ് എയർപോർട്ടിൽ വന്നിറങ്ങി. അവളെ സ്വീകരിക്കാൻ രാജേഷും അവൻ്റെ സുഹൃത്തും വന്നിരുന്നു. തൽക്കാലം അവർക്ക് നിൽക്കാമെന്ന് പറഞ്ഞ മുതലാളിയുടെ ആ വലിയ വില്ലയിലേക്ക് വാഹനം കയറ്റി. ആ വീട് കണ്ട് രാധികയ്ക്ക് അത്ഭുതമായിരുന്നു. ഇത്ര വലിയ വീട്ടിൽ എന്നെ ഭർത്താവിനെയും താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അജയനും രാജേഷിനും ഒരു സംശയവുമില്ല, അവർ സന്തോഷവാന്മാരാണ്. ചേച്ചി റൂം റെഡിയാവാത്തത് കൊണ്ടാണ് സാർ ഈ വില്ല നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നത്. നല്ലതുപോലെ നോക്കണം, അവരുടെ ഫാമിലി വില്ലയാണ്. പിന്നെ അജയേട്ട നല്ലതുപോലെ നിന്നാൽ മുന്നോട്ട് പോകാം. സാർ നല്ലവനാണ്. നിങ്ങളുടെ ജോലിസ്ഥലം ഇവിടെ നിന്ന് 1 മണിക്കൂർ യാത്രയുണ്ട്. നാളെ മുതൽ ഡ്യൂട്ടിക്ക് കയറിക്കോ. ഇപ്പോൾ തൽക്കാലം നൈറ്റ് ഡ്യൂട്ടിയാണ് നിങ്ങൾക്കുള്ളത്. ചേച്ചിയും അതുപോലെ തന്നെ മറ്റന്നാൾ മുതൽ സ്കൂളിൽ പോയി തുടങ്ങിക്കോ. മറ്റന്നാൾ രാവിലെ സാർ വരും. ചിലപ്പോൾ മുതലാളി ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ താമസിക്കാൻ വരും. ഇല്ലെങ്കിൽ നിങ്ങൾ മാത്രം. നല്ലതുപോലെ വീട് നോക്കണം. നിങ്ങൾ ഈ റൂം ഉപയോഗിച്ചോ. നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. നിങ്ങളുടെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി. അവർ കഫറ്റേരിയയിൽ നിന്ന് വാങ്ങിയ ഭക്ഷണമൊക്കെ കഴിച്ച് രാജേഷും സുഹൃത്തും അവിടെ നിന്ന് യാത്ര തിരിച്ചു. ക്ഷീണത്താൽ അജയനും രാധികയും ഉറക്കത്തിലേക്ക് വീണു. അജയന് രാത്രി രാധികയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് അത്ര വലിയ പൊസിഷനിൽ സലാം അവനാ ജോലി കൊടുത്തത്. എല്ലാ ദിവസവും രാത്രി റിജിൽ കിടക്കുന്ന ബെഡിൽ ഇനി മുതൽ രാധിക ഉണ്ടാവുമെന്ന് സലാം തീരുമാനിച്ചിരുന്നു. കാലത്തെഴുന്നേറ്റ് രാധിക 2 ഗ്ലാസ് ചായയിട്ട് അജയന് കൊണ്ടു കൊടുത്തു. അവൾ ആ വീടിൻ്റെ ചുറ്റുവട്ടമെല്ലാം നടന്നുകൊണ്ട് നോക്കി. നല്ല മനോഹരമായ ഒരു പ്രദേശത്തായിരുന്നു ആ വീട്. അങ്ങനെ ഉച്ചഭക്ഷണവും മറ്റെല്ലാം കഴിഞ്ഞവർ ഒന്ന് മയക്കത്തിലേക്ക് പോയി. കൃത്യം 5 മണിയാകുമ്പോൾ തന്നെ അജയന് പോകാനുള്ള വണ്ടി വന്നിരുന്നു. അതിൽ കയറി അവൻ പോയി. രാധിക തനിച്ച് ആ വലിയ വീട്ടിലും. ഇവിടെ വന്നിട്ട് സലാമിക്കാൻ്റെ ഒരു വിവരവുമില്ല എന്ന് നിരാശയോട് ഓർത്തെടുത്തു. അപ്പോഴാണ് അവളുടെ മൊബൈലിലേക്ക് കോൾ വന്നത്. അവൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. മറുതലയ്ക്കൽ സലാം ആയിരുന്നു അത്. എന്താ മാഡം, സുഖം തന്നെയല്ലേ? അവൻ അവളോട് ചോദിച്ചു. നല്ല ആളാണ്, നമ്മളെയൊക്കെ ഓർമ്മയുണ്ടോ സാറേ എന്ന് രാധിക പിണങ്ങിക്കൊണ്ട് മറുപടി പറഞ്ഞു. തിരക്കായിപ്പോയി രാധികയെ, അതുകൊണ്ടാണ്. മറന്നതല്ല, രാധികയെ മറക്കുമോ ഞാൻ? അതെന്താപ്പാ രാധികയെ മറക്കാൻ പറ്റാത്ത? സലാമിൻ്റെ മനസ്സറിയാൻ രാധിക വെമ്പൽ കൊണ്ടു. ഒന്നുമില്ല, മറക്കാൻ പറ്റുന്നില്ല. അയ്യോ, 100 കണക്കിന് ജോലിക്കാരുള്ള സാറിൻ്റെ ഒരു ജോലിക്കാരി മാത്രമാണല്ലോ ഞാൻ. പിന്നെന്താ എന്നെ മറക്കാൻ പറ്റാത്തേ? അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മോളെ. നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ദുബായ് കാണണ്ടേ? നീ തയ്യാറായി നിൽക്ക്, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അവൾ ഓക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. ആരാണ് എന്നെ ദുബായ് കറങ്ങാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്? ദുബായിലെ ഒരു ബിസിനസ്സുകാരൻ, അതും കോടീശ്വരനായ ബിസിനസ്സുകാരൻ. എന്നെപ്പോലെയുള്ള സാധാരണ ഒരു പെണ്ണിന് കറങ്ങാൻ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ എന്താണർത്ഥം? അവൾക്ക് ചിന്തിക്കും തോറും കുളിരുകൂരി. ഭർത്താവിന് മാത്രം സ്വന്തമായിരുന്ന താൻ ഇന്നു മുതൽ സലാംക്കാക്ക് മാത്രമാണെന്ന് അവൾക്ക് ഉറപ്പായി.
അല്ലെങ്കിൽ അയാൾ ഇത്ര പെട്ടെന്ന് നമ്മൾക്ക് വിസ എടുത്ത് തരികയും അയാളുടെ ഫാമിലി താമസിച്ച ഈ വീട്ടിൽ താമസിക്കാൻ സൗകര്യം ഒരുക്കുകയുമില്ലായിരുന്നു. അതുമാത്രമല്ല, അജയേട്ടൻ ജോലിക്ക് പോയ ആ സമയത്ത് തന്നെ അയാൾ എന്നെ വിളിച്ച് റെഡിയായി നിൽക്കാൻ പറയില്ല. അവൾ നന്നായി കുളിച്ചു ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഇക്ക കൊടുത്ത ചുവപ്പ് ബ്ലൗസും കറുത്ത അടിപ്പാവാടയും മഞ്ഞ സാരിയും എടുത്തണിഞ്ഞു. പിന്നെ ആ തടിച്ച പാദസരവും. അവൾ ദുബായിലേക്ക് വരുമ്പോൾ അതൊന്നും ധരിച്ചിരുന്നില്ല. കാരണം അവൾക്കറിയാമായിരുന്നു ഇക്ക ആ നേരം തന്നെ കാണാൻ വരില്ല എന്ന്. അണിഞ്ഞൊരുങ്ങി അരമണിക്കൂർ ആകുമ്പോഴേക്കും സലാം കുതിച്ചെത്തി. രാധിക എന്ന് വിളിച്ച അയാൾ ഉള്ളിലേക്ക് വന്നു. രാധികയെ കണ്ടതോടെ സലാമിൻ്റെ കിളി പോയി. ഈ മാതക സുന്ദരിയെ കിട്ടാൻ വേണ്ടിയല്ലേ ഞാൻ ഈ പണിയൊക്കെ ചെയ്തത്? ഇതാ ഞാനും ഇവളും ഒറ്റയ്ക്കിവിടെ. ഇനിയുള്ള എല്ലാ രാത്രിയും ഇവളും ഞാനും മാത്രം. ഇവളെ ഒരു നോക്ക് കണ്ടപ്പോൾ തന്നെ ഇവൾക്ക് വേണ്ടി ഞാൻ ലക്ഷങ്ങൾ എറിയും എന്ന് തീരുമാനിച്ചതായിരുന്നു. ഇപ്പോൾ ഇതാ താൻ പറഞ്ഞതുപോലെ അവൾ ഒരുങ്ങിയിരിക്കുന്നു. രാധിക സലാമിനെ തന്നെ നോക്കുകയാണ്. അയാൾ തന്നെ കൊത്തി വലിക്കുകയാണ്. സലാമിക്ക് ചോദിച്ചാലും ഇല്ലേലും എന്നെ കൊത്തി വലിക്കുന്ന സലാമിൻ്റെ മുമ്പിൽ നിന്ന് എന്തിനും തയ്യാറാകുമെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ രാധികയും സലാമും ദുബായ് കറങ്ങാൻ പോയി. ദുബായ് മോളും ബുർജ് ഖലീഫയും അങ്ങനെ എന്തൊക്കെ കാണാനുണ്ടോ അതൊക്കെ കണ്ടു. ദുബായ് മോളിൽ നിന്നും വില കൂടിയ വസ്ത്രങ്ങൾ രാധികയ്ക്ക് വേണ്ടി സലാം എടുത്തു കൊടുത്തു. അതുപോലെ നൈറ്റ് ഡ്രസ്സും പല നിറത്തിലും പല രൂപത്തിലും. രാധികയ്ക്ക് വേണ്ടി എത്ര ചിലവഴിക്കാനും സലാമിനൊരു പ്രശ്നമല്ല. അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ രാധിക ചോദിച്ചു, ഇക്ക ഇതൊക്കെ ആർക്കാണ്? രാധികയ്ക്ക്, അല്ലാതെ ആർക്ക്? എനിക്കെന്തിനാണ് ഇങ്ങനത്തെ ഡ്രസ്സ്? ഇതുപോലെയുള്ള ഡ്രസ്സ് പറ്റത്തില്ലേ? വാങ്ങടി പെണ്ണെ എന്ന് പറഞ്ഞ് ആ കവർ അവളുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് സലാമും രാധികയും തിരിച്ച് വീട്ടിലേക്ക് വന്നു. രാധികയുടെ റൂമിൽ പോകാൻ നേരം സലാം പറഞ്ഞു, ഇന്ന് രാത്രി ഞാനിവിടെ ഉണ്ടാവും, പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്കെന്താണ് പ്രശ്നം? അതല്ല, നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും 2 റൂമിലല്ലേ കിടക്കുന്നത്. ഒരു റൂമിൽ കിടന്നാലും എനിക്കൊരു പ്രശ്നവുമില്ലിക്ക. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ബാത്റൂമിലേക്ക് കയറി. എന്നിട്ട് നന്നായിട്ടൊന്ന് കുളിച്ചു. പിന്നെ ഇന്ന് ഇക്ക എന്തേലുമൊക്കെ നടത്തുമെന്ന് അവൾക്ക് ഉറപ്പാണ്. അവൾ കുളിച്ച് വന്ന് ഒരു അടിപൊളി നൈറ്റ് ഡ്രസ്സ് എടുത്തണിഞ്ഞു. ഇന്ന് ഞാൻ സലാമിക്കയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ സലാമിൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. അവൾ സലാമിൻ്റെ വാതിൽ മെല്ലെ തുറന്നു സലാമിനെ വിളിച്ചു. ഇക്ക, സലാമിക്ക. മൊബൈൽ തോണ്ടിക്കൊണ്ടിരുന്ന സലാം തലപൊക്കി വാതിൽപ്പടിയിലേക്ക് നോക്കി. ആ മനോഹരമായ നൈറ്റ് ഡ്രസ്സിൽ അവളെ കണ്ട സലാമിന് കൂടുതൽ നേരം പിടിച്ചു നിൽക്കാനായില്ല. അപ്പോൾ ഈ സ്റ്റോറിയുടെ ബാക്കി ഒരു അടിപൊളി പോർഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും ഇടുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.